Hello students, welcome to Online Mathematics Cafe. For ഈ വീഡിയോ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു വീഡിയോയിലും ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. മോഹൻ ഡെപ്പോസിറ്റ്സ് ₹80 per month in a cumulative deposit account. Cumulative deposit account എന്ന് പറഞ്ഞാലും റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. 46 years 6 വർഷത്തേക്കാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഫൈൻഡ് ദി എമൗണ്ട് പേയബിൾ ടു ഹിം ഓൺ മെച്യൂരിറ്റി. മെച്യൂരിറ്റി വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% ആണെന്നും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ പിയുടെ വാല്യൂ നമുക്ക് അറിയാം ₹80. പിന്നെ നമുക്ക് n തന്നിട്ടുണ്ട് 6 years എന്നാ തന്നേക്കുന്നത്. അപ്പോൾ 6 year എന്ന് പറയുമ്പോൾ 12 into 6 ചെയ്തോണം. കാരണം 1 year എന്ന് പറയുമ്പോൾ 12 month ആണ്. അപ്പോൾ 6 years എന്ന് പറയുമ്പോൾ 12 into 6 നമുക്ക് 72 months എന്ന് കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് റേറ്റ് തന്നിട്ടുണ്ട് 6%. ഇത് യൂസ് ചെയ്ത് എന്ത് കാണണം? മെച്യൂരിറ്റി വാല്യൂ കാണണം. മെച്യൂരിറ്റി വാല്യൂ കാണാനുള്ള ഫോർമുല എന്താണ്? MB = PN × 1 + R × n + 1 / 2 × 12 × 100. അപ്പോൾ അത് നമുക്ക് ഇവിടോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കോപ്പി ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. കുറച്ച് വലുതാക്കി തരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. പിയുടെ വാല്യൂ 80, എന്നിന്റെ വാല്യൂ എത്രയാണ്? 72. ദെൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 + R എന്ന് പറയുന്നത് 6 ആണ്. ദെൻ n + 1 എന്ന് പറയുമ്പം 72 + 1 73 ഡിവൈഡഡ് ബൈ 2 × 12 × 100. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസലേഷൻസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 6ഉം 12നെ നമുക്ക് 2 times ക്യാൻസൽ ചെയ്യാം. പിന്നെ ക്യാൻസലേഷൻ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷനിലോട്ട് പോവുക. 80 × 72 നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ 5760 എന്ന് കിട്ടും. 1 + ന്യൂമറേറ്റർ 73 മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്റർ നോക്കിക്കേ 2 × 2 × 100 ആണ്. സോ 400. ഇനി LCM എടുക്കുക. അപ്പോൾ 5760 × 400 × 1 ചെയ്യുക. അപ്പോൾ 400 തന്നെ കിട്ടും. പ്ലസ് 73 ചെയ്യുമ്പോൾ 473 ന്യൂമറേറ്റർ ആയിട്ട് വരും. ഡിനോമിനേറ്ററിൽ 400 ഉണ്ട്. ഇനി ക്യാൻസലേഷനെ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. ഇവിടെ ഒരു 0 കട്ടായി പോവും. 40ഉം 576ഉം ആണ്. 40യിൽ നമുക്ക് എന്താ 576 ഡിവിസിബിൾ ആയിട്ട് വരത്തില്ല. അപ്പോൾ നിങ്ങൾ 4ന്റെ ടേബിളിൽ നോക്കി നോക്കുക. കാരണം 40 4ൽ ഡിവിസിബിൾ ആണ്. അതുപോലെ 576ഉം 4ൽ ഡിവിസിബിൾ ആണ്. അപ്പോൾ കട്ടായി പോകുമ്പോൾ 40 10 ടൈംസും 576 നിങ്ങൾ 4ൽ കട്ട് ചെയ്താൽ 144 എന്നും കിട്ടും. ഇനി ക്യാൻസൽ ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പോൾ 144 × 473 ഡിവൈഡഡ് ബൈ 10 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ കിട്ടുന്നത് 68,112 ഡിവൈഡഡ് ബൈ 10. സോ ഡെസിമലിലായിരിക്കും നമ്മുടെ ആൻസർ വരിക. 6811.2 ആണ് മെച്യൂരിറ്റി വാല്യൂവിൻ്റെ എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. 6811.2. അപ്പോൾ ഇതും ക്ലിയർ അല്ലേ? കഴിഞ്ഞ ഒരു പ്രോബ്ലം ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ട. ഫോർമുല നന്നായിട്ട് പഠിച്ചു വെച്ചിരുന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ICSE ആയിട്ടുള്ള കുട്ടികൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.